ലെവലായിരുന്നു. ഈ ബാലയ്യ കണക്ക് 5 ട്രെയിനും 10 ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് തന്നെ പറയാം. അങ്ങനെ പറയാം. സിക്സ് പാക്ക് കാണിക്കുന്നത് നല്ലൊരു വട കാണിച്ചു തരാം. പോവുക നടന്ന് ചേച്ചി റൂട്ടിലെന്ന് പറഞ്ഞാൽ അങ്ങേറ്റം ഉണ്ണിവന്നിന്റെ പീക്ക് സിനിമ എന്നാണ് പറയാം. ക്രിസ്മസ് നോക്കി ചിലവർക്ക് വർക്കായി കാണും. പക്ഷെ പേഴ്സണൽ എനിക്ക് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞാട്ടോ, നിങ്ങളെ പറഞ്ഞല്ല, നിങ്ങളേ ഉള്ളൂ, നമ്മൾ എത്രയേ ഉള്ളൂ. അതായത് ഒരു പടം ചെയ്തു, നമുക്കിത് കാണുമ്പോൾ ഒരു ഇമോഷൻ കണ്ടു പറഞ്ഞു, എനിക്ക് ബിസിനസ് തോന്നിയില്ല. പിന്നെ അതുമല്ല ഞാൻ അതിന് പണിയെടുത്തില്ലെന്നാ അല്ലെങ്കിൽ ഹരീഫത്തിൻ്റെ പടം കൊള്ളുക അങ്ങനെ ഒന്നുമല്ല പറഞ്ഞത്. നല്ലോണം പണിയെടുത്ത് നല്ല മേക്കിംഗ് ആണ്, നല്ല രീതിക്ക് അങ്ങനെ എടുത്തിട്ടുണ്ട്. പക്ഷേ വേറെ കാര്യമാണ്, അത് തോന്നുന്നുണ്ട്. എല്ലാവരും നിറഞ്ഞ കൈയടിയല്ലേ ഫസ്റ്റ് ഹാഫിൽ മിക്ക ആൾക്കാരും പടം ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫ് വേറെ ലെവലായിരുന്നു. ഈ ബാലയ്യ കണക്ക് 5 ട്രെയിനും 10 പടം കണക്കാണ്, തമിഴ് പടം കണക്കാണ്. അങ്ങനെയൊന്നുമല്ലല്ലോ, നമ്മളെ മലയാള നടന്മാരാണ്. അല്ല, ഈ പടത്തിന് എന്താണ് കുഴപ്പം? അത് നിങ്ങളെ കണ്ടറിയേണ്ട കാര്യങ്ങളായിരുന്നു. നിങ്ങളെ കണ്ടറിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഏതാണ്. സിക്സ് പാക്ക് കാണിക്കുന്നത് നല്ലൊരു വട കാണിച്ചു തരാം. പോവുക നടന്ന് ചേച്ചി ഭയങ്കര ആക്ഷൻ ഓറിയന്റഡ് ആണ്. മാസ് എന്ന് വേണമെങ്കിൽ പറയാം. ഉണ്ണിമുകുന്ദൻ്റെ മാസാണ് എന്ന് തന്നെ പറയാം. ബിക്കോസ് ഡയറക്ടർ ഉണ്ണിമുകുന്ദനെ അത്രയും കണ്ട് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. മലയാളം ഫിലിം ഇൻഡസ്ട്രി തന്നെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. പിന്നെന്താ പറയുക, ലൈക്ക് ഒന്നും പറയില്ല, ജഗദീഷ് ചേട്ടനൊക്കെ ഒരു രക്ഷയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീസ് ലൈക്ക് അത്രയും നന്നായിട്ട് പുള്ളിയൊക്കെ ലൈക്ക് ഇതിനകത്ത് ഫിഗറൈസ് ചെയ്തിട്ടുണ്ട്. യാ വിൽ ലുക്ക് ഫോർവേഡ് ലൈക്ക് ദാറ്റ് ഓൺലി. എന്ന് വെച്ചാൽ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് തന്നെ പറയാം. അങ്ങനെ പറയാം. പ്രേക്ഷകരുടെ കൂടുതൽ ഇപ്പോൾ സ്ത്രീകൾക്കൊക്കെ എങ്ങനെയുണ്ട് കണ്ടിട്ട് എങ്ങനെയുണ്ട്? ലേഡീസിനെ സംബന്ധിച്ച് നമുക്ക് ഇങ്ങനെ പറയാം, ടെറിഫിക് വയലൻസ് ആണ് ഇതിനകത്ത്. സീരിയസ്ലി ഭയങ്കര ഒരുപാട് സീൻസ് ഉണ്ട് ഇതിനകത്ത്. ടെറിഫിക് വയലൻസ് ആയിട്ടുള്ള ഒത്തിരി ഫുൾ ആക്ഷൻ ഓറിയന്റഡ് ആണെങ്കിലും വയലൻസ് ഇച്ചിരി കൂടുതലാണ്. ലൈക്ക് എപ്പോഴും ഭയങ്കര ബ്ലഡ് ഷെഡ് ആണ്. പക്ഷെ കണ്ടുകൊണ്ടിരിക്കാൻ ആക്ഷൻ ഓറിയന്റഡ് ആണ്. ഉണ്ണിമുകുന്ദന്റെ ഒരു വേറിട്ടൊരു മുഖമാണ് ഇതിനകത്ത്. മാർക്കോ റൂട്ടിലെന്ന് പറഞ്ഞാൽ അങ്ങേറ്റം ഉണ്ണിമുകുന്ദന്റെ വിളയാട്ടം തന്നെയാണ് അപ്പോൾ കംബാക്ക് ക്രിസ്മസ് നോക്കി പടം നല്ലൊരു പടമാണ്. വയലൻസ് മാത്രമേ ഈ സിനിമയ്ക്കകത്തുള്ളൂ. ഉണ്ണിവന്നിന്റെ പീക്ക് സിനിമ എന്നാണ് പറയാം. ബോളിവുഡ് ഇനി ഇങ്ങനെ ഒരു സിനിമ വരില്ല. ഇത്രമാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. സൂപ്പർ പക്ക വയലൻസ് മേക്കിംഗ് കിടിലം.